ഹായ് വെൽക്കം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പേഴ്സണലും എന്നാൽ ഒരുപാട് പേർക്ക് സംശയമുള്ളതുമായ ഒരു കാര്യത്തെപ്പറ്റിയാണ്. അതായത് പങ്കാളിയോടൊപ്പം സെക്സ് ചെയ്തതിനു ശേഷവും ചിലർക്ക് എന്തുകൊണ്ടാണ് തനിയെ ഓർഗാസം നേടേണ്ടി വരുന്നത്. അപ്പോൾ ലൈംഗിക സംതൃപ്തിയെക്കുറിച്ചുള്ള ഈ ഒരു സംശയത്തിന്റെ കാരണങ്ങളിലേക്കും അതിനു പിന്നിലെ ചില ശാരീരിക യാഥാർത്ഥ്യങ്ങളിലേക്കും നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പല റിലേഷൻഷിപ്പുകളിലും ആളുകൾക്ക് സംസാരിക്കാൻ പോലും ഒരു മടിയുള്ള ചോദ്യമാണിത്. പക്ഷേ ഇതിൽ നാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ ചില ശാരീരിക കാരണങ്ങളുണ്ട്. ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് പരസ്പരം കൂടുതൽ അടുക്കാനും സഹായിക്കും. ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ മാത്രം സംഭവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട അനുഭവമാണെന്ന് ഒരിക്കലും കരുതരുത്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, എന്തിന് സിനിമകളിൽ പോലും കാണിക്കുന്ന ഒരു കാര്യമാണിത്. സിനിമയിൽ കാണുന്ന ഈ ഒരു സീനില്ലേ, അത് വെറുമൊരു കഥയല്ല, അത് യഥാർത്ഥ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നത്. അതായത് ഒരു പുരുഷനും സ്ത്രീക്കും ഓർഗാസത്തിലെത്താൻ എടുക്കുന്ന സമയത്തിൽ കാര്യമായ ഒരു വ്യത്യാസമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഓർഗാസം ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും ഇതിന്റെ പ്രധാന കാരണം സ്ത്രീക്കും പുരുഷനും ലൈംഗിക സംതൃപ്തിയുടെ ആ ഒരു പീക്കിലെത്താൻ ആവശ്യമായി വരുന്ന സമയത്തിലുള്ള വ്യത്യാസം തന്നെയാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിന് ലൈംഗികമായി ഉണർന്ന് പ്ലേറ്റോ എന്ന് പറയുന്ന ആ ഒരു ഉയർന്ന ഉത്തേജന ഘട്ടത്തിലെത്തി അത് നിലനിർത്താൻ പുരുഷനേക്കാൾ കൂടുതൽ സമയം വേണം. നമ്മുടെ സോഴ്സ് പറയുന്നതനുസരിച്ച് പലപ്പോഴും പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഈ സമയക്കുറവ് തന്നെയാണ്. സിമ്പിളായി പറഞ്ഞാൽ ശരീരം ലൈംഗികമായി ഫുൾ ഓണായി, പക്ഷെ ഓർഗാസം എന്ന ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഒരു തരം പാതി വഴിയിൽ നിർത്തിയ അവസ്ഥ. ഇത് ശാരീരികമായും മാനസികമായും ഭയങ്കരമായ ഒരു അസ്വസ്ഥതയുണ്ടാക്കും. അപ്പോ ഈ സമയക്കുറവ് സംഭവിക്കാൻ സാധാരണയായിട്ട് രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത് കേട്ടോ. ഒന്ന്, ഒരു സ്ത്രീക്ക് ഓർഗാസത്തിലെത്താൻ വേണ്ട ആ ഒരു കണ്ടിന്യൂസായ ശരിയായ രീതിയിലുള്ള ഉത്തേജനം എങ്ങനെ കൊടുക്കണമെന്ന് ചിലപ്പോൾ പങ്കാളിക്ക് അറിയണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, പങ്കാളിക്ക് സംതൃപ്തി ലഭിച്ചതിനു ശേഷം അവര് ശ്രമം നിർത്തുന്നു. ഇത് സംഭവം വളരെ ക്ലിയർ ആക്കുന്നുണ്ടല്ലേ. ഒരാൾക്ക് പെട്ടെന്ന് സംതൃപ്തി കിട്ടുമ്പോൾ മറ്റേയാൾക്ക് അതേ പോയിന്റിലെത്താൻ കൂടുതൽ സമയവും ശ്രദ്ധയും ആവശ്യമായി വരുന്നു. ഈ സമയത്തിലും രീതിയിലുമുള്ള ഒരു ചേർച്ചയില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. അപ്പോ ഈ ഒരു ഫിസിക്കൽ ആവശ്യം അവിടെ നടക്കാതെ പോകുമ്പോൾ അതിന്റെ പ്രശ്നങ്ങള് ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് നമ്മുടെ ഇമോഷൻസിനും കാര്യമായിട്ട് ബാധിക്കും. ശാരീരികമായി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ആ ഒരു തോന്നലുണ്ടല്ലോ, അത് മാനസികമായിട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇത് വെറുമൊരു ശാരീരിക പ്രശ്നത്തിനപ്പുറം വളരെ ശക്തമായ ചില വികാരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന ആ ഒരു പൂർത്തീകരണം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു ഫ്രസ്ട്രേഷൻ വരും, അല്ലേ? കെട്ടിക്കിടക്കുന്ന ഒരു ഫിസിക്കൽ എനർജി പിന്നീട് കടുത്ത നിരാശയിലേക്കും ദേഷ്യത്തിലേക്കും ചിലപ്പോൾ പങ്കാളിയോട് തന്നെ ഒരുതരം പ്രകോപനത്തിലേക്കുമൊക്കെ നയിക്കുമെന്ന് നമ്മുടെ സോഴ്സ് പറയുന്നു. അപ്പോൾ ശാരീരികവും വൈകാരികവുമായ ഈയൊരു അവസ്ഥയെ ആളുകൾ എങ്ങനെയാണ് മറികടക്കുന്നത്? അതിന് അവർ തന്നെ കണ്ടെത്തുന്ന ഒരു പരിഹാരമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെ സംഭവിക്കുന്നത് വളരെ സിമ്പിളായ 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, ലൈംഗികബന്ധം തനിക്ക് ഒരു പൂർണ്ണത നൽകിയില്ല എന്ന ആ വ്യക്തി തിരിച്ചറിയുന്നു. പിന്നെ ആ ഒരു ശാരീരിക ആവശ്യം പൂർത്തീകരിക്കാൻ സ്വന്തമായൊരു വഴി തിരഞ്ഞെടുക്കുന്നു. ഒടുവിൽ സ്വയംഭോഗത്തിലൂടെ ആ ഒരു പൂർണ്ണത കൈവരിക്കുന്നു. ഇതിനെ പങ്കാളിയുമായുള്ള ബന്ധത്തിന്റെ ഒരു പരാജയമായിട്ട് കാണേണ്ട ഒരു കാര്യമേ അല്ല. മറിച്ച് സ്വന്തം ശരീരത്തിന്റെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റാനുള്ള വളരെ സ്വാഭാവികവും ഹെൽത്തിയുമായ ഒരു മാർഗമാണിത്. അപ്പോ ഈ സമയത്തിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം നമ്മൾക്കിപ്പോൾ മനസ്സിലായി അല്ലേ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് പങ്കാളികൾക്ക് എങ്ങനെ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റും? രണ്ടുപേർക്കും ഒരുപോലെ സംതൃപ്തി ഉറപ്പാക്കാൻ എന്താണ് വേണ്ടത്? ഒരുപക്ഷേ തുറന്ന സംസാരത്തിലൂടെയും കുറച്ചുകൂടി ക്ഷമയിലൂടെയും ഈ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ കഴിയില്ലേ?